ഇന്ന് നമ്മളിവിടെ ടെൻ്റ് അടിച്ചിട്ടുണ്ട്. ഹലോ ഗൈസ്, അപ്പോൾ ഇന്നലെ നമ്മൾ ഇവിടെ ഒരു ഹോട്ടലിൽ കയറി ചോദിച്ചു ടെൻ്റ് അടിക്കട്ടെ എന്ന്. അപ്പോൾ അവരുടെ കിച്ചൺ ഏരിയയാണിത്. അവരുടെ കിച്ചൺ ഏരിയൻ്റെ സൈഡിലായിട്ട് അത്യാവശ്യം സ്പേസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ടെൻ്റ് അടിച്ചോളൂ എന്ന് പറഞ്ഞു. ഞങ്ങളങ്ങനെ അവിടെ ടെൻ്റ് അടിച്ചു. ഞങ്ങൾ ടെൻ്റ് ഇത് അവിടെ ഉണ്ട്. അഫ്റ്റ് പല്ലേച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ പരിപാടികൾ തുടങ്ങിയിട്ടില്ല, പല്ലിയപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ പുറത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഈ പല്ലിയപ്പൊക്കെ കഴിഞ്ഞ് എന്ത് ചെയ്യണം, ഒരു 30 കിലോമീറ്റർ കൂടി ഉണ്ട് കാഠ്മണ്ഡുവിലേക്ക്. അപ്പം പല്ലിയപ്പം പുളിയൊക്കെ കഴിഞ്ഞിട്ട് മെല്ലനെ വല്ല ലിഫ്റ്റ് കിട്ടുമോ നോക്കണം. ഇവിടെ ഈ ടൈമിലൊക്കെ നല്ല തണുപ്പാണ് കേട്ടോ. ഇപ്പോൾ ഏകദേശം 9 മണിയായി. നല്ല തണുപ്പാണ്. അത്യാവശ്യം നല്ലൊരു സെറ്റ് ഏരിയയാണ്. ഇതാണ് ആ ഹോട്ടൽ. അപ്പോൾ എന്താ അവസ്ഥ നോക്കാം അല്ലേ. നമ്മളിപ്പോൾ എവിടെയുള്ളത് അറിയോ? തെറ്റപ്പാണ്. നമ്മളിതാ കാഠ്മണ്ഡുക്ക് ഇവിടുന്ന് ഏകദേശം ഒരു 2.5 മണിക്കൂർ, 10-40 കിലോമീറ്റർ. ഇതാണ് നമ്മളെ ഡോഗ് പോയി. ഈ പെരീത്തെ കുട്ടിയാണ്. ക്യാമറ അതിട്ടാ അതിനെ തൊടാൻ പറ്റൂല. അടിപൊളി ഡോഗ്. നമ്മളിങ്ങനെ പോയിട്ട് ബാബു തോട ചായപ്പരിപാടിയിലാണ്, ചായ ഉണ്ടാക്കാത്ത പരിപാടിയിലാണ്. ഓ ആഫ്റ്റർ ഞങ്ങൾ 10 ലിറ്ററിന്റെ ഇത് വാങ്ങിയിട്ടായിരുന്നു. 10 ലിറ്റർ ഉണ്ടല്ലേ, 10 ലിറ്ററിന്റെ വലിയ ബാഗൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പൊ 10 ലിറ്ററിന്റെ 15. അതെ, ചായ ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. അതെ, ഞാൻ വിശ്വസിച്ചില്ല. കണ്ട മനസ്സിലായി ഒക്കെ പഠിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് നല്ല അച്ഛന കേട്ടോ. അത് വിഷയമൊന്നുമില്ല. പിന്നെ അങ്ങനെ രാവിലെ തന്നെ വലിയ ബുദ്ധിമുട്ടില്ലാതെ ഞങ്ങൾക്ക് കാഠ്മണ്ഡുവിലേക്ക് ട്രക്ക് കിട്ടിയിരിക്കുകയാണ്. ഞങ്ങളിതാ ട്രക്ക് കയറി. വലിയ കുഴപ്പമില്ല. നമ്മളെ മച്ചാന് നമുക്ക് പെട്ടെന്ന് തന്നെ ലിഫ്റ്റ് തന്നു. വലിയ വിഷയം ഉണ്ടായില്ല. നമുക്ക് കാഠ്മണ്ഡുവിലേക്ക് ആകെ ഒരു 30-35 കിലോമീറ്ററുടെ ബാക്കിയുള്ളൂ കേട്ടോ. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെന്താ വലിയ കുഴപ്പമൊന്നുമില്ലാതെ പെട്ടെന്ന് നമുക്ക് ട്രക്ക് കിട്ടി. കാഠ്മണ്ഡു ഇവിടുന്ന് ഏകദേശം ഒരു 2-2.5 കിലോമീറ്റർ അല്ല 2-2.5 കിലോമീറ്റർ എന്ന് പറയുന്നത് 2-2.5 മണിക്കൂറുണ്ട്. 48-50 കിലോമീറ്റർ ഉണ്ട്. എന്താ വെച്ചാൽ റോഡ് വളരെ മോശമാണ്. അപ്പോൾ വലിയ ട്രക്ക് പോകുള്ളൂ കേട്ടോ. ട്രക്ക് പോകണ പോലെ കണ്ടില്ലേ. നേപ്പാളിലൂടെ ഹിച്ച് ചെയ്തോണ്ടിരിക്കുകയാണ്. സംഭവം രസമാണ് കേട്ടോ. ഞങ്ങളിന്ന് ഇതപ്പോ കുറച്ച് നേരം നിന്നപ്പോ നമുക്ക് പെട്ടെന്ന് ട്രക്ക് കിട്ടി. പക്ഷെ നമ്മൾ എല്ലാത്തിനും ബുദ്ധിമുട്ടിച്ചിട്ടില്ല. എന്താ വെച്ചാൽ ഇത് വേറെ സംഭവം ഉണ്ടായി. ബാഗ് ഞങ്ങളത് പൊട്ടി. എന്റെ വലിയ ബാഗ് പൊട്ടി. അതിലാണ് ടെന്റും കാര്യങ്ങളൊക്കെ നമ്മൾ അതിമ വെച്ചിരുന്ന്. കാര്യങ്ങൾ ഇപ്പുറത്ത് വെച്ചിട്ട് സൈഡ് പൊട്ടിയാവുകൊണ്ട് പെട്ടെന്ന് ട്രക്ക് കിട്ടിയിട്ട് നമ്മൾ കുറെ നടന്നിരുന്നു. ട്രക്കിന് കൈ കാട്ടി നമ്മളെ ട്രക്കിന് ലിഫ്റ്റ് എന്ന് വെച്ചാണ്. ആയി പോലോ ആയി. അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഓക്കെ.
ബാക്കി ദൂരെ ഞങ്ങൾ അടുത്ത ട്രക്കിൽ കയറി.